ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത മഹാസമ്മേളനം പത്തനംതിട്ട ജില്ലയിലെ പമ്പാതീരത്ത് പുരോഗമിക്കുന്നു. 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ രണ്ടാം ദിനമായ ഇന്ന് സന്യാസി ശ്രേഷ്ഠർ നയിക്കുന്ന ധർമാചാര്യ സഭ ഉൾപ്പെടെയുള്ള ശ്രദ്ധേയമായ പരിപാടികൾ നടക്കും. ബുധനാഴ്ചയാണ് പരിഷത്തിൽ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കുന്നത്. മിഥുൻ മുരളിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. മിഥുൻ, ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടികൾ എന്തൊക്കെയാണ്? വീണ, ഹൈന്ദവ സംസ്കാരത്തിന്റെ ഹൈന്ദവ ജ്ഞാനത്തിന്റെ നിലയ്ക്കാത്ത പ്രവാഹം നടക്കുന്ന പ്രധാന വേദിക്ക് മുന്നിലാണ് ഞാനുള്ളത്. 30,000 മുതൽ 1,00,000 ആളുകൾ ഓരോ ദിവസവും ഹിന്ദുമത പരിഷത്തിൽ പങ്കെടുക്കും എന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. വിപുലമായിട്ടുള്ള സൗകര്യങ്ങളോടുകൂടി ഇന്നലെ തന്നെ പമ്പാ നദീ തീരം ഹിന്ദുമത പരിഷത്തിന് സർവ്വസജ്ജമായി ഒരുങ്ങിക്കഴിഞ്ഞു. സന്യാസി ശ്രേഷ്ഠർ നയിക്കുന്ന ജ്ഞാന പരമ്പരകൾ, പ്രഭാഷണ പരമ്പരകൾ ഈ ദക്ഷിണ ഭഗീരഥി തീരത്ത് ഇപ്പോൾ മുഴങ്ങുകയാണ്. ഇന്ന് വൈകിട്ട് 3:30 ധർമാചാര്യ സഭ നടക്കുന്നു. അതാണ് ഇന്നത്തെ പരിപാടികളിൽ ഏറ്റവും പ്രധാനമായ ഒന്ന്. വിവിധ സന്യാസി ശ്രേഷ്ഠർ ഇന്ന് നടക്കുന്ന ധർമാചാര്യ സഭയെ നയിക്കുന്നുണ്ട്. ശ്രീമദ് സ്വാമി ചിദാനന്ദപുരി മഹാരാജ് മാർഗദർശക മണ്ഡലത്തിന്റെ അധ്യക്ഷനാണ്. അദ്ദേഹം ഈ ധർമാചാര്യ സഭയ്ക്ക് നേതൃത്വം നൽകി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. വാനപ്രസ്ഥ സാധക് ആശ്രമം ഗുജറാത്തിൽ നിന്നുള്ള സത്യജിത് മഹാരാജ്, ദയാനന്ദ ആശ്രമം പാലക്കാട് നിന്നുള്ള ശ്രീമദ് കൃഷ്ണാത്മനന്ദ സ്വാമി, സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി തുടങ്ങിയ സന്യാസി ശ്രേഷ്ഠർ ഇന്ന് വൈകിട്ട് 3:30 നടക്കുന്ന ധർമാചാര്യ സഭയിൽ പങ്കെടുക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും അയ്യപ്പ ഭക്ത സമ്മേളനം, ആചാര്യ അനുസ്മരണ സമ്മേളനം, വനിതാ സമ്മേളനം തുടങ്ങിയ വിവിധ പരിപാടികൾ നടക്കുന്നു. അയ്യപ്പ ഭക്ത സമ്മേളനം പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ശബരിമല സന്നിധാനത്തിന്റെ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള വരും വർഷത്തെ കാര്യങ്ങളെല്ലാം അവലോകനങ്ങളും വിലയിരുത്തലുകളും ഇതുവരെയുള്ള ശബരിമല തീർത്ഥാടന വിലയിരുത്തലുകളെല്ലാം നടക്കുന്ന അയ്യപ്പ ഭക്ത സമ്മേളനം നാളെ വൈകിട്ട് 3:30 നടക്കുന്നുണ്ട്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, ദേവസ്വം മന്ത്രി VN വാസവൻ, ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി, ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ സ്വാമി അയ്യപ്പദാസ്, VHP സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ് നാളെ നടക്കുന്ന അയ്യപ്പ ഭക്ത സമ്മേളനം. ബുധനാഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശിഷ്ട സാന്നിധ്യമുള്ള 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിനെ ഏറ്റവും സവിശേഷ പ്രാധാന്യമുള്ള ഒന്നാക്കി മാറ്റുന്ന RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനം നടക്കുന്നത്. ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് ഹിന്ദു ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഏകദേശം 1.5 മണിക്കൂറോളം സമയം അദ്ദേഹം സംസാരിക്കും എന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. RSS സർസംഘചാലക് അപൂർവമായി പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടി എന്ന നിലയിലും വളരെ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും എല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഹിന്ദു ഏകതാ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പരിപാടികൾ 63 പഞ്ചായത്തുകളും 5 നഗരസഭകളും കേന്ദ്രീകരിച്ചുകൊണ്ട് പൂർത്തീകരിച്ച് വരികയാണ്. വൃക്ഷത്തൈ വിതരണം, പമ്പ ആരതി, മറ്റ് അനുബന്ധ ചടങ്ങുകൾ എല്ലാം, ഹിന്ദു നേതൃയോഗങ്ങൾ എല്ലാം പൂർത്തിയാക്കിക്കൊണ്ടാണ് RSS സർസംഘചാലക് മോഹൻ ഭാഗവത് പങ്കെടുക്കുന്ന ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തിന് വേണ്ടി ഹിന്ദുമത പരിഷത്ത് ഒരുങ്ങുന്നത്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും തയ്യാറെടുപ്പുകളും എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഭാരതത്തിനകത്തു നിന്നും പുറത്തു നിന്നുമുള്ള സന്യാസി ശ്രേഷ്ഠർ പങ്കെടുക്കുന്ന പ്രഭാഷണ പരിപാടികൾ, ഒപ്പം പ്രഗത്ഭരായിട്ടുള്ള വാഗ്മികൾ പ്രഭാഷണങ്ങൾ പരമ്പരകൾ നടത്തുന്നു എന്നുള്ളതെല്ലാം ഈ ഒരു 113ാമത് ഹിന്ദുമത പരിഷത്തിനെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്ന ഒന്നാക്കി മാറ്റുകയാണ്. 9-ാം തീയതി വരെയാണ് പരിഷത്ത് നടക്കുന്നത്. 9-ാം തീയതി വൈകിട്ട് സമാപന യോഗം നടക്കുമ്പോൾ അതുവരെ ഒരു വിജ്ഞാന ഹൈന്ദവ സനാതന ധർമ്മത്തിന്റെ വിജ്ഞാന സൂര്യനായിട്ട് ഈ അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് മാറുന്നു എന്നുള്ളതാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനത്തിലാണ് ഈ പമ്പാതീരം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.